പോലല്ലോ, കുറച്ച് പണിയുണ്ടല്ലോ. അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി കിടന്നു. ഇത് ആരാ നിന്നെ കൊണ്ട് തോൽപ്പിക്കുന്നത്? ആരാ ആർക്കിയത്? ആരാ അവിടെ ഉള്ളത്? ഇറങ്ങി വാ, ഇല്ല ഞാൻ അകത്തവരെ. നീ ഉണ്ടിപ്പോരുത്. നിന്നെ വേറെ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ? തുണി അലക്കുന്നത് ഞാൻ കണ്ടു. തറവെക്കണ്ടോ? അല്ല പ്ലേറ്റ് കഴിപ്പിക്കണ്ടോ? ഇനി കക്കൂസും കൂടി കഴിപ്പിക്കണ്ടോ? നിന്നെ പറ എന്റെ മോളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ആരും ചെയ്യിപ്പിച്ചല്ല, അവക്ക് സ്വയം തോന്നിട്ട് അവള് ചെയ്തതാ. ആഹാ, അത് ശരി. എന്റെ മോളെ കൊണ്ട് അടിവും പൊടി ചെയ്യിപ്പിക്ക. നിങ്ങൾ സ്ലേവ് ആണ് ഇവള്. എന്താ ഇവിടെ എന്തോ ചാലക കുടുംബം വടക്കേ പുറത്ത്. അത് ശരി, നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്റെ മോളെ ഇങ്ങോട്ട് ഇവിടുത്തെ അടിമയാക്കാണ് അല്ലേ? ഞാൻ എന്തോ പറഞ്ഞു? എപ്പോ വന്നത്? ഞാൻ വന്നതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. എന്ത് കാണാൻ പറ്റി? എന്റെ മോളെ അലക്കുന്നത്. വന്നോണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയല്ലേ? മഹാഭാഗ്യം. ആ കൊച്ചു അതിന്റെ തുണിയിൽ അലക്കിട്ട് കൊച്ചിനെ വളർത്തി വെച്ചിട്ട് ഒരു കട്ടൻ ചായ പോലെ അറിഞ്ഞൂടാ. കണ്ട അങ്ങനെ വരട്ടെ. ആരുടെ തുണിയത്? പറ മോളെ, ആരുടെ തുണിയത്? ബാലുച്ചന്റെ. അത് ശരി, താൻ ഫാദറിലോ കളിക്കാണല്ലേ? എന്റെ മോളെ ജീവിതത്തിൽ ഇതുവരെ എന്റെ തുണി കൂടെ അലക്കിയിട്ടില്ല. നീ അല്ലേ എന്റെ ഷർട്ട് കഴിവണ്ടേ? എന്തിനാണ് കൊണ്ട് കഴിച്ചത്? ഹലോ, നിഷ്കളങ്കം കളിക്കല്ലേ? എന്റെ മോളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഭയങ്കര ആക്ടിങ് കേട്ടാ. ഇയാള് എന്തോ വിളിച്ചോളൂ പോവാ. നിക്ക്, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇല്ലേ? അത്രയ്ക്ക് ഗതികെട്ടവരാണ് നിങ്ങളൊക്കെ. ഞാൻ അന്നേ പറഞ്ഞതാണ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസും കൂടെ വാങ്ങിച്ചു തരാന്ന്. നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ അതെ, പടവലത്തും വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. ഇവിടെ മേടിക്കുന്നത് എന്റെ നീലിമോൾക്കിട്ട് ഇഷ്ടമല്ല. അതിന് നമ്മളെന്ത് വേണം? ഇവളെ പിടിച്ച വാഷിംഗ് മെഷീൻ ആക്കണം. വരട്ടെ, കാണ്ട ഞാൻ എന്താ ഒന്ന് ചെയ്യുന്നു. വാ, എന്റെ മോളെ പീഡിപ്പിച്ച് പണിയെടുപ്പിച്ചാലുണ്ടല്ലോ എല്ലാത്തിനും പിടിച്ച് അകത്താക്കുവേ. ഇയാള് എന്തോന്ന്? ഞാൻ വിചാരിച്ചു ലോകത്തെ ഏറ്റവും വലിയ പ്രാന്തം ഞാനാണെന്ന്. അതിനൊക്കെല്ലാം വലിയ പ്രാന്തമാണ് കയറി വന്നിരിക്കുന്നത്. ഇയാൾ പോയി. I am not mental. You are mental. You are mad. അതെ, you are all sadists. You are making my daughter work like a servant. നല്ലൊരു രാജകുമാരിയെ പോലെ ജീവിച്ച എന്റെ മോളെ ഒരു പണിക്കാരിയെ പോലെ നിർത്തണമല്ലോ നിങ്ങൾക്ക് ഇവിടെ. That is your aim. Yes, that's my aim. You will compel your daughter to do any homework. You mean housework? കാര്യം മനസ്സിലായിട്ട് ഗ്രാമർ കൊണ്ടുവന്നേക്കണം. You are mental. You are mad. I will പറയില്ല ഞാൻ. You mental. വിളിച്ചാൽ പോ ഹോസ്പിറ്റലിൽ പോ. വിളിച്ചാൽ പോ. You mental. You go hospital. നീ അങ്ങോട്ട് പോ. You mad. ബാലുവേ, എടാ നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അയാള് വന്നിട്ട് പോട്ടെ. വരട്ട് പോയിട്ട് കാണട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. അതല്ലല്ലോ ഇവിടെ കിടന്ന് ഓട്ടത്തിനുള്ളിൽ തുള്ളി ചാടി കളിച്ചിട്ടല്ലേ പോയത്. എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് ഓടിയനായി. എടാ ഒന്നും അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അച്ഛനല്ലേ, നീ അതങ്ങ് വിട്. വേണ്ട, ആ കൊച്ചു അതൊന്നും കാര്യമാക്കിയിട്ടില്ല. വേണ്ട, ലച്ചു ആ കൊച്ചും കൂടെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുക. എന്താ പിന്നെ ജോലി ചെയ്യണം? വിളി അങ്ങോട്ട്. എടാ നീ അതിന് വഴക്ക് പറയാനൊന്നും നിൽക്കല്ലേ. ഞാൻ വഴക്കൊന്നും പറയാനില്ല. അല്ല ഇപ്പൊ വന്ന് കൊച്ചിന്റെ സൈഡായ മാമി. പിന്നെ അതിന് ഭവാനി ഒന്നും കൂടെ ജനിക്കണം. ലച്ചു എന്താ നീ എന്തിനാ വെച്ച് കാണിക്കണേ? എന്താ ഈ കൊച്ചിനെ കൊണ്ട് അടക്കള പിന്നെ പണി ചെയ്യിപ്പിച്ചാ? അയാൾ നേരത്തെ തുള്ളി ചാടിയിട്ട് ഇവിടെ പോയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ അടക്കണം, അതിന് വേണ്ടി ചാടി വരും. ഇത് കാണുമ്പോൾ പിന്നെ ഇവിടെ കളിയൂലേ ഡാൻസ്? അച്ഛാ, മണി 10:45. അച്ഛന് വിശക്കുന്നില്ല, ഒന്നും കഴിച്ചില്ലല്ലോ. അതിന് നല്ല വിശപ്പ്. രാവിലെ 2 ചായ ഒരു കട്ടൻ ചായയിലാണ് പിടിച്ചിരിക്കുന്നത്. ലച്ചുവാ, നമുക്ക് ദോശയും കിഴങ്ങറി അച്ഛനോട് കൊടുക്കാം. ദോശയും കിഴങ്ങറി. കിഴങ്ങറിയാ? ആച്ചാ, ഇന്ന് ദോശയുടെ കിഴങ്ങറിയാ. അടിപൊളിയാ അച്ഛാ. അടിപൊളി കറിയാം. അവൻ്റെ എടുത്തോട്ട് വാ. ഓ, ഞങ്ങനെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് വരുമെന്തോ. ഒരു കണക്കിനെ ആ കൊച്ചിന്റെ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ കാണുമ്പോഴേ ഏറെക്കുറെയൊക്കെ നിന്നെ പോലാ തോന്നുന്നത്. എടാ, നമ്മുടെ ലച്ചുവിനെ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വീട്ടിൽ കെട്ടിച്ചു വിട്ടാ നീ ഇതുപോലൊക്കെ പെരുമാറത്തില്ലയോ? ഇതുപോലല്ല, നീ ഇവിടെ കടന്നു ബഹളം ഉണ്ടാക്കി ചത്തേനെയായിരുന്നു. മാമിയേ, പൈസക്കാരൻ പറഞ്ഞപ്പോഴേ അപ്പത്തോട്ട് കൂറ് മാറിയാ? പിന്നെ ഞാൻ പൈസ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നോളല്ലയോ. എന്നുവെച്ചാ ദോശയും കിഴങ്ങറി ഒഴിക്കട്ടെ? ഞാൻ കഴിച്ചോളാം. പക്ഷെ ഇതിരിക്കല്ലേ, ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളാവോ? ദീ ഉണ്ടാക്കിയതാ. എന്താ
പച്ചവെള്ളത്തിൽ കിഴങ്ങ് വല്ല വെട്ടിയിട്ടേക്കുന്നത് അച്ഛാ അച്ഛന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അച്ഛാ. ആദ്യമായിട്ട് ഉണ്ടാക്കിയാണോ? ഈ ബാലുച്ച ഞാൻ ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്തതാ, കൊള്ളത്തില്ലയോ? തന്നെ കെട്ടിപ്പതിഞ്ഞ ഇതിന്റെ അച്ഛൻ എടുത്ത് കൊടു. ബാലുച്ച ശരിക്കും ഒന്നും കഴിച്ചു അയ്യോ കൊണ്ട് എനിക്ക് വേണ്ട കൊടുവാ. ഏ വിഷക്കേ ചെയ്യുന്നു. ഞാനിനി ഒന്നേന്ന് കറി ഉണ്ടാക്കണോ? അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അച്ഛാ ദോശയും പഞ്ചസാരയും സൂപ്പറാ. പോവാ അവിടുന്ന്. മാമിയായി എന്തോ നാടാ മാമി അടക്കളക്കാരെ എന്തൊക്കെ ചെയ്യും മാമി? ആ പെണ്ണിനെ അവിടെ അടിച്ചിറക്കി വിട്, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റാതാവും. ലച്ചുവേ ലച്ചോ. ആ എന്താ അച്ഛാ? മാമി എന്താ പറയണം? എന്താ മൂമ്മ? ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കാം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അയ്യോ ദിയ അച്ഛന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫോണിൽ നോക്കിട്ടേ മീനും കൊണ്ട് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞു. കൊച്ചിന് വേറെ പണിയൊന്നുമില്ല. കൊച്ചിനെ നീ പോ റൂമിൽ പോട്. മാമി എന്ത് നിൽക്കണോ മാമി? പോയല്ല ഉണ്ടാക്കുക മാമി ചെല്ലേ. അച്ഛാ കറി എങ്ങനെ ഉണ്ടായിരുന്നു? കറിയൊക്കെ കൊള്ളായിരുന്നു. കള്ളൻ. ഏ